ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ്. തീർച്ചയായും വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ വായന തുടങ്ങണം, ഏത് പുസ്തകം കൊണ്ട് തുടങ്ങണം എന്നൊക്കെ പറയുന്നവർക്ക് വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. കാരണം ലൈബ്രറികളിലൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ ഈ പുസ്തകത്തെ കിട്ടാൻ വളരെ പാടാണ്. കാരണം ചൂടപ്പം പോലെ വിറ്റഴിയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വായനശാലകളിലൊക്കെ ക്യൂ, അതായത് ഞാനൊക്കെ കുറേ കാലം മുമ്പേ പറഞ്ഞു ഈ ഒരു പുസ്തകം വന്ന് എടുത്തു വെക്കണേ, അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമുക്കറിയാം ബെന്യാമിൻ്റെ ആടുജീവിതത്തിന് ശേഷം ഈ ഒരു പുസ്തകം നമുക്ക് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ അധികം മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല. ആടുജീവിതവും അങ്ങനെയാണ് അല്ലേ, നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആ പുസ്തകത്തെ അങ്ങനെ അധികം മാറ്റി വെച്ചില്ല. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ച് തീർക്കുന്നത് വരെ നമുക്കൊരു സമാധാനം കിട്ടില്ല, എന്ത് പറ്റി നജീബിന് എന്നുള്ള ഒരു ഇതൊക്കെ. അതേപോലെ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദിയിലും. റാം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് അഖിൽ ഈ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നും ചെന്നൈയിലേക്ക് സിനിമ പഠിക്കാനാണ് റാം വന്നിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഈ റാം എന്ന് പറയുന്ന കഥാപാത്രം അഖിലിൻ്റെ ആത്മകഥാംശമുള്ള ഒരു ഇതാണെന്ന് തോന്നാറുണ്ട്. കാരണം ഈ ഒരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ എഴുതണം, അതിനെ വെച്ചൊരു സിനിമ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വായിക്കുമ്പം ഇത് അഖിലിൻ്റെ ആത്മകഥാംശമുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. ഇനി എൻ്റെ സംശയം മാത്രമായിരിക്കാം ചിലപ്പോഴൊക്കെ. പിന്നെ തീർച്ചയായും രണ്ടാമത്തെ കഥാപാത്രം, വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ആനന്ദി തന്നെയാണ്. ഈ ഒരു കഥാപാത്രത്തെ അഖിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ കഥയുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ആനന്ദിയോട് നമുക്ക് വല്ലാതൊരു ദേഷ്യമൊക്കെ, വായനക്കാർക്ക് വല്ലാതൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ പലപ്പോഴും ആനന്ദി എന്ന് പറയുന്നത് ഇവർ പഠിക്കുന്ന സിനിമ സ്കൂളിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ അവിടെ വരുന്ന കുട്ടികളോടൊക്കെ കുറച്ചൊരു അഹങ്കാരമോ അല്ലെ ധാർഷ്ട്യത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. ഇപ്പം റാമിനോടായാലും റാമിനെ അടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. മുഖത്തടിക്കുന്ന, അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചപ്പോഴൊക്കെ അടിക്കുന്ന രംഗം. പൊതുവേ ഈ ഒരു കഥാപാത്രത്തെ അഖിൽ സൃഷ്ടിക്കുന്നത് ആദ്യ പകുതിയിലൊക്കെ നമുക്ക് വായനക്കാരിലേക്ക് ഒരു ഇംപ്രഷൻ കൊണ്ടുവരുന്നത് ഒരു ദുഷ്ട കഥാപാത്രത്തിനൊക്കെ പോലെയൊക്കെ ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റാൽ പൂ വെക്കാൻ വേണ്ടി പോകുന്നു, പിന്നീട് കോളേജിൽ പോകുന്നു, പിന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഇവന്റുകൾ നടത്തുന്നു. അപ്പം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്കറിയാതെ തോന്നുന്നുണ്ട് ഇതൊരു പൈസയോടുള്ള ആർത്തി പണ്ടാരമാണോ എന്നൊക്കെ നമുക്കൊരു ഫീല് തോന്നും. പക്ഷേ തീർച്ചയായിട്ടും ആനന്ദി ഏതാണ്ട് പകുതി കഴിയുമ്പോൾ അവരുടെ കഥകളൊക്കെ പറയുമ്പോഴാണ് വായനക്കാരുടെ മനസ്സിലും ആനന്ദിക്കൊരു സ്ഥാനം നേടുന്നത്. തീർച്ചയായിട്ടും ആനന്ദിയോട് ഒരു സ്നേഹമൊക്കെ വായനക്കാരന് അവസാനമാകുമ്പോഴേക്കൊക്കെ വായനക്കാരുടെ മനസ്സിൽ വല്ലാതൊരു ദുഃഖം ഈ കഥാപാത്രം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അഖിലിനെ പോലെ, റാമിനെ പോലെയോ അല്ലെങ്കിൽ വെട്രിയെ പോലെയോ ഒക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ആനന്ദി എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ളത് നമ്മൾ വായനക്കാരും അറിയാതെ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ഈ ഒരു കഥാപാത്രത്തോട് അവസാനമാകുമ്പോഴേക്ക് വായനക്കാരിൽ നല്ലൊരു സ്നേഹം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് മല്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അഖിൽ വളരെ, ആ ഒരു കഥാപാത്രം നമുക്ക് നല്ലൊരു വേദന, അതായത് മനസ്സിൽ വല്ലാതൊരു വേദന, ദുഃഖം തരുന്നൊരു കഥാപാത്രമാണ് മല്ലി. ട്രാൻസ്ജെൻഡറാണ്. തീർച്ചയായും മല്ലി സ്വന്തം നാട്ടിലേക്ക് അനുജന് ബൈക്ക് സമ്മാനമായി കൊടുക്കാൻ പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ഈ ഒരു കഥയിൽ, ഈ ഒരു നോവലിൽ. വളരെ മോശമായിട്ടാണ് അവരുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പെരുമാറുന്നത്. അവരുടെ ജീവിതം, ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് അവർ, നമ്മൾ പലപ്പോഴും ബാംഗ്ലൂരൊക്കെ ജീവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇവരൊക്കെ പേടിയോ അങ്ങനെയൊക്കെയാണ്. കാരണം ഇവർ പൈസ ഒക്കെ ഇതാക്കും, അതാക്കും, വല്ലാണ്ട് ഇതാക്കും. പക്ഷേ അവരെന്താണ് യഥാർത്ഥത്തിൽ, അവരുടെ ജീവിതം എന്താണ്? ആ ഒരു പാലത്തിൻ്റെ അടിയിൽ ജീവിക്കുന്നതും രാത്രിയാകുമ്പോൾ പോലീസുകാരോ മറ്റുള്ളവരോ വന്ന് വിളിച്ചു കൊണ്ട് പോകുന്നതും, ആ മല്ലിയുടെ മരണമൊക്കെ വളരെ വേദനയോടെയാണ് ഈ കഥ. വളരെ വേദന, വളരെ ദുഃഖത്തോട് കൂടി മാത്രമേ നമുക്ക് അതൊക്കെ വായിക്കാൻ വേണ്ടി പറ്റൂ. മല്ലിയുടെ മരണമൊക്കെ, ആ ഒരു ഗോഡൗണിൽ നിന്നുള്ള അവസാനത്തെ ഇതും മരണവും, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വല്ലാതൊരു വേദന തോന്നും. അഖിൽ പി ധർമ്മജൻ വളരെ, അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ്, ആ ഒരു എഴുത്ത് വളരെ ഇതായിട്ടാണ്, ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ആ രംഗം പറ്റില്ലെങ്കിലും വളരെ നന്നായി നമുക്കൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ വായിക്കുമ്പോൾ. പിന്നീട് തീർച്ചയായും പാട്ടി, വളരെ എനർജറ്റിക്കായ ഒരു സ്ത്രീ എന്ന് വേണം നമുക്ക് പറയാം. കാരണം വെട്രിയും ആനന്ദിയും താമസിക്കുന്നത് ഈ പാട്ടിയുടെ വീട്ടിലാണ്. പാട്ടിയുടെ കാറൊക്കെ ഉണ്ട്. ആ ഭർത്താവ് മരിച്ചപ്പോൾ അതിന് ശേഷം ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇനി എൻ്റെ മരണത്തിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ കാറിൻ്റെ ഉള്ളിൽ കയറൂ, അത് അവിടുന്ന് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ആഗ്രഹം. പിന്നീട് അവസാനം ആനന്ദിയെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നതിന് വേണ്ടി ആ കാർ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലേക്ക് വരുന്നതിനായി. വളരെ മനോഹരമായാണ് പാട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അഖിൽ വരച്ച് കാണിച്ചത്. അതേപോലെ തന്നെ വേറെ വെട്രി, രമേശ്,
എന്ന് പറയുന്ന ഒരു കഥാപാത്രം. രണ്ടാളും ഒരച്ഛനും രണ്ടമ്മയുമാണ്, വെട്രിക്കും രേഷ്മക്കും. പക്ഷേ വളരെ വെട്രി രേഷ്മയും സഹോദരന്മാർ, നല്ലൊരു സഹോദര ബന്ധമാണ് അഖിൽ പി ധർമ്മജൻ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവര് സുഹൃത്തുക്കളാണോ, ഇവർ സഹോദരന്മാരാണോ അതിനുള്ള ഇവരുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, അവരുടെ അമ്മക്കൊന്നും രേഷ്മയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിന്റെ സഹോദരൻ മാത്രമേ, അതായത് വെട്രി മാത്രമേ നിന്നെ നന്നായി നോക്കൂ എന്നൊക്കെ പറയുന്ന രംഗമൊക്കെ ഉണ്ട് ഈ നോവലിൽ. വളരെ മനോഹരമായി തോന്നി. ഒരു സഹോദര ബന്ധത്തിന്റെ ആഴവും പരപ്പും ഒക്കെ ഈ ഒരു നോവൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് ബിനീഷ് ഏട്ടൻ, കിരൺ, ഈ ഒരു കഥാപാത്രം, അതായത് റാം താമസിക്കുന്ന സ്ഥലത്തിലെ രണ്ട് ആൾക്കാരാണ് ബിനീഷ്, കിരൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. വളരെ മനോഹരമായാണ് ഈ ഒരു പുസ്തകം, ഈ ഒരു അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ തഞ്ചാവൂർ ഒരു പാർട്ടിയുടെ വീട്ടിൽ പോകുന്ന രംഗമൊക്കെ ഉണ്ട്. ആ ട്രെയിൻ മിസ്സായി റാമും ആനന്ദിയും വേറൊരു ട്രെയിന് കയറി പോകുന്നതും, അത് രാത്രിയായപ്പോൾ തഞ്ചാവൂരിലെത്തിയപ്പോൾ രാത്രിയാകുമ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല, ഹോട്ടൽസ് ഒന്നുമില്ല, റൂമൊന്നുമില്ല. അവസാനം ഒരു ലോഡ്ജ് പോകുന്നുണ്ട്. ആ ലോഡ്ജിൽ ഓട്ടോക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ലോഡ്ജിൽ പൊതുവെ ആരും താമസിക്കാറില്ല, കാരണം ഈ ലോഡ്ജിൽ എല്ലാവരും കുറേ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ റാമും ആനന്ദിയും അവിടെയാണ് താമസിക്കുന്നത്, കാരണം നല്ല ക്ലോസ്ഡ് ആയ റൂമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ ഇവിടെ താമസിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോകുമ്പം ഒരു താടിയും ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട ഒരു വ്യക്തിയാണ് ആ റിസപ്ഷനിലിരിക്കുന്നത്. പിന്നീട് ഇവർ കൂടുതൽ എടുക്കുമ്പം റാം ചോദിക്കുന്നുണ്ട്, ഇവിടെ കുറേ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല, എൻ്റെ മകൻ മാത്രമേ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ, ആ റൂം ആർക്കും ഞാൻ കൊടുക്കാറുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കുന്നത്? ഇവർക്ക് ഈ ആൾക്ക് ഒറ്റൊരു മകൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു ദുഃഖം കൊണ്ടാണ് കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. ഇവർ പറയുന്നുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചേട്ടൻ നല്ല അടിപൊളി ഡ്രസ്സ് ഒക്കെ ഇട്ട് വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് റാമും ആനന്ദിയും ആ ലോഡ്ജിനോട് ഇവിടെ പറഞ്ഞത്. പിന്നീട് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് റാം ആനന്ദിക്ക് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, തഞ്ചാവൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച ആ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. പക്ഷെ ഇപ്പോൾ ചേട്ടൻ നല്ല കളർഫുള്ളായ ഡ്രസ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കാരണം അവരൊരു വളർത്ത് മകളെ എടുത്ത് അവളെയാണ് ഇപ്പം നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തോട് നന്നായി വായിക്കുമ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളിലൂടെ എല്ലാം നമ്മളും അവരുടെ കൂടെ സഞ്ചരിക്കും. കുറച്ച് ദിവസമായി ഞാൻ ശരീരം കൊണ്ട് പയ്യന്നൂരും കണ്ണൂരൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് തീർച്ചയായും ഞാൻ ചെന്നൈയിലൂടെ ഇവരിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായൊരു പുസ്തകം, തീർച്ചയായും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. ഒരുപാട് നന്ദി. താങ്ക് യു അഖിൽ പി ധർമ്മജൻ. ഇത്രക്ക് മനോഹരമായൊരു പുസ്തകം എഴുതിയതിന് ഒരുപാട് നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.